തമ്മിൽ തല്ലിന്റെയും ദീർഘവീക്ഷണമില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും മേലിൽ ശുദ്ധേല പദ്ധതികൾ അവതാളത്തിലാക്കിയവർ ഇവരെ കണ്ടുപഠിക്കണം. കുറവലങ്ങാട് പഞ്ചായത്ത് 1-2 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ 400ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധേലം എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തം നടപ്പിലാക്കുന്ന കാഞ്ഞിരംകുളം കോളനി ശുദ്ധേല പദ്ധതികളുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരാണിവർ. പല പഞ്ചായത്തുകളിലും ശുദ്ധേല പദ്ധതികൾ നോക്കുകുത്തികളാകുന്ന കാലഘട്ടത്തിലാണ് മാതൃകാപരമായി പ്രവർത്തനം നടത്തുകയും സൊസൈറ്റി പ്രവർത്തനം കൊണ്ട് മാത്രം 4 ലക്ഷത്തോളം രൂപ നീക്കിബാക്കി ഉണ്ടാക്കുകയും ചെയ്ത ഇവർ ഈ രംഗത്ത് മാതൃകയാകുന്നത്. വർഷങ്ങളായി പ്രവർത്തനം നടത്തുന്ന പദ്ധതിയിൽ ശുദ്ധജലക്ഷാമം അനുഭവപ്പെട്ടത് മാത്രമാണ് ഇവർ നേരിടുന്ന ഏക പ്രതിസന്ധി. ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാൻ 60,000-ഓളം രൂപ ചെലവഴിച്ച് കിണറിന് ആഴം കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദിവസങ്ങളായി ഇവർ നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണുമെന്ന് തന്നെയാണ് ഇവർക്ക് ഉറപ്പ്. പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കുവാൻ പമ്പ് ഓപ്പറേറ്ററുടെ ചുമതല കൂടി സെക്രട്ടറി ഏറ്റെടുത്താണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 4 ലക്ഷം രൂപ നീക്കിബാക്കിയുള്ള ഈ പദ്ധതി വഴി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങൾക്കായി ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ടാങ്കുകൾ നൽകിയും സൗജന്യമായി മീറ്ററുകൾ അടുപ്പിച്ച് നൽകിയുമാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഇവരുടെ പ്രവർത്തനത്തെ ഇതിനു മുമ്പേ തന്നെ പലതവണ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു. കുറവലങ്ങാട് പഞ്ചായത്ത് 1-2 വാർഡുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന കാഞ്ഞിരംകുളം കോളനി പദ്ധതി ശുദ്ധജല സ്രോതസ് ദിവസങ്ങളായി ശുചീകരിക്കുവാനും ആഴം കൂട്ടി ആവശ്യത്തിന് ജലം കണ്ടെത്തുവാനുമാണ് ഇവർ ശ്രമം നടത്തുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരവാഹികൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കാഞ്ഞിരംകുളം കുടിവെള്ള പദ്ധതി ഇപ്പം 400 കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 3 ടാങ്കാണ് ഉള്ളത്. 50,000, 20,000, 10,000-ത്തിൻ്റെ. അത് ഡെയിലി 16 തൊട്ട് 18 മണിക്കൂർ വരെ അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴൊരു 10-11 മണിക്കൂറുകളിൽ അടിക്കാൻ പറ്റുന്നു. എന്തോരം ആഴം ഉണ്ടായിരുന്നോ അതിന്? ഇതിന് ഇപ്പം എൻ്റെ 20 അടിയോളം. ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളെ ഈ ഇപ്പോഴത്തെ വേനലിലാണ് ആദ്യമായിട്ട് പറ്റുന്നത്. ഈ കുളം തളർത്തുന്നതിനൊക്കെ പഞ്ചായത്തിൽ നിന്ന് സൊസൈറ്റിയുടെ പൈസ ഉണ്ടോ? സൊസൈറ്റിയുടെ പൈസയാണ്. എന്ത് ചിലവ് വരുന്നുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 60,000-ഓളം ചിലവ് വരും. വേറെ സാമ്പത്തിക ഒന്നും ആരും സഹായിക്കുന്നില്ല. മെമ്പറോട് സംസാരിച്ചായിരുന്നു. മെമ്പർ ചെയ്യാം, ഇങ്ങനെ ആലോചിക്കാം എന്ന് പറഞ്ഞതുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നു. വലിയ കുഴപ്പമില്ല. ഒരു 400 കുടുംബങ്ങളുള്ളതിൽ ഒരു 60% കിണറില്ലാത്ത ആളുകളാണ് ഈ പദ്ധതിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോളനി നിവാസികൾക്ക് ഫ്രീ ആയിട്ട് മീറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. ടാങ്ക് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്? ടാങ്ക് കോളനിയുടെ മേൽഭാഗത്ത് വരണം. ഒന്ന് കൊച്ചുമല, ഒന്ന് വട്ടക്കണ്ടം. 3 സ്ഥലങ്ങളിലായിട്ടാണ് ടാങ്ക് ഇരിക്കുന്നത്. ഓപ്പറേറ്റർ സെക്രട്ടറി തന്നെയാണ്. സെക്രട്ടറി ഒരു പ്രത്യേക കഴിവുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. അവരെ വെച്ച് ഞങ്ങൾ ഓപ്പറേറ്ററൊക്കെ വെച്ച് നോക്കിയതാണ്. ഇത് പ്രയോജനം ചെയ്തില്ല. സെക്രട്ടറി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതുകൊണ്ട് കുറേ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സൊസൈറ്റിക്ക് ഫണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സൊസൈറ്റിക്ക് ഫണ്ട് ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫണ്ടുണ്ട്. ഫണ്ടുണ്ട്. ഇപ്പോൾ അതിനെടുത്തിട്ട് ഇപ്പോൾ 60,000 രൂപ വിനിയോഗിച്ച് ആഴം കൂട്ടുന്നു. ആ ഫണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഞാൻ പറയില്ലേ, കോളനിക്ക് മീറ്റർ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തു. 68 മീറ്റർ, 72 ലക്ഷം. പിന്നെ ടാങ്കിൻ്റെ വില 10 മാസമായിട്ട് തിരിച്ചു പിടിച്ചേക്ക് ചെയ്തുകൊണ്ട് 40-50 ടാങ്കുകൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഞങ്ങൾ വർഷാവർഷം തേകാറുണ്ട്. പിന്നെ അവിടെ ടാങ്ക് പെയിൻറ്റ് ചെയ്യാറുണ്ട്, കഴുകാറുണ്ട്. അങ്ങനെയെല്ലാം ഇതാണ് ചെയ്യുന്നുണ്ട്. ഈ ആഴം കൂട്ടുന്ന വെള്ളം കിട്ടുമെന്നാണ് കരുതുന്നത്. ആഴം കൂട്ടുന്ന വെള്ളം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ കനാലുമൊക്കെ തുറന്നു വിടുന്നൊരു സാഹചര്യം വന്നാൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. കനാലിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു തള്ളൽ കയറി വരുന്നുണ്ട് ഇവിടെ. അതുണ്ടാവും. കഴിഞ്ഞ ദിവസം കനാൽ തുറന്നു വിട്ടുന്ന നേട്ടം കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുവരെ ആയില്ല. അത്രയ്ക്കുള്ള ഇതായിട്ടില്ല. മണ്ണിലേക്ക് ആയിരുന്നു വന്നിട്ടില്ല. ഒരാഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്കൊരു ശതമാനം വെള്ളം കയറി വരും.